നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്നത് കൊണ്ട് റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അഡ്രിയാൻ ലൂണയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വഴി വിരിയുന്നു, ലൂണയോട് വേറെ ക്ലബ്ബ് നോക്കാൻ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് യാഥാർത്ഥ്യം, അഡ്രിയാൻ ലൂണയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി പല സുഹൃത്തുക്കളും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റ് ഇടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ലഭ്യമാവുന്ന ഒരു വിവരം നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. നമുക്കിതൊക്കെ വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ വന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മാർക്കസ് മെർക്കുലാവോ അഡ്രിയാൻ ലൂണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുന്ന മറുപടി, ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലൂണയാണ് അത് തീരുമാനിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് പുഷ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി പുഷ്ഡ് അവേ ഫ്രം ദി ക്ലബിൽ നിന്ന് തള്ളി പുറത്തേക്ക് വിടാൻ പറ്റില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ലൂണയാണ്. അപ്പം നിലവിലൊരു സാഹചര്യം അതാണ്. അഡ്രിയാൻ ലൂണക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. നിലവിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ അദ്ദേഹം തീരുമാനമെടുത്ത് പുറത്തു പോകണം എന്ന് തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ റൂമറുകൾ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി കൂടുതൽ വ്യക്തത വരുമ്പോൾ മാത്രമേ നമ്മൾ ലൂണയുടെ കാര്യത്തിൽ ഒരു ഡിസ്കഷനിലേക്കുള്ളൂ. ഇനി നോഹ് സദോയിയുടെ കാര്യത്തിൽ, നോഹ് സദോയി ബ്ലാസ്റ്റേഴ്സ് വിടുമോ, അടുത്ത സീസണിൽ ഉണ്ടാകുമോ എന്നുള്ളതിന് മാർക്കസ് മെർക്കുലാവോ നൽകുന്ന അപ്ഡേറ്റ്, നോഹ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഡേവിഡ് കാറ്റ്ലയുടെ പ്ലാനിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെ മാർക്കസ് മെർക്കുലാവോ പറയുന്നു. സോ രണ്ട് താരങ്ങളും നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ട്. മറ്റു നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. എന്തായാലും നോഹ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹം ഡേവിഡ് കാറ്റ്ലയുടെ പ്ലാനിലുള്ള താരമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.